മച്ചാമാരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ദിസ് ഈസ് പാഞ്ചാലിമേട്. നിങ്ങളൊരു കോടയും ചാറ്റൽ മഴയും ഈ ഒരു സീനറി എല്ലാം കൂടെ ഭയങ്കര മനോഹരമായ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 മീറ്റേഴ്സിനപ്പുറം നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല, അത്രയും കോട. ജസ്റ്റ് ലുക്ക് ദേ. ഇതൊരു ഐ തിങ്ക് ഇറ്റ്സ് ആൻ എസ്റ്റേറ്റ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീറ്ററിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്തതാണ്. എനിക്ക് ഉറപ്പാണ് എല്ലാ ദിവസവും ഈ ഒരു സീനറിയിൽ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത്. നമുക്ക് താഴെ നിന്ന് കണ്ടുവരാം. ഇവിടെ നമുക്ക് വർക്കേഴ്സിനെ കാണാം. അവർ കൊളുന്ത് എന്നുള്ളതാണെന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ്സ് ആൻ എസ്റ്റേറ്റ്. താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കൂവണമെന്നുണ്ട്, പക്ഷെ ആൾക്കാർ കേട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടിയാണ്. ജസ്റ്റ് ലുക്ക് ദേ. കാറ്റടിക്കുന്നുണ്ടല്ലേ. ഇതെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഇതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ, അത് മല കയറിയതിൻ്റെ ക്ഷീണമാണോ എനിക്കറിയത്തില്ല. ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്, ട്രൂലി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. ജസ്റ്റ് ലുക്ക് ദേ. ഇപ്പം ചെറുതായിട്ട് കോട മാറുന്നുണ്ട്, പക്ഷെ അത്ര വേഗത്തിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. നല്ല വഴുക്കലൊക്കെ ഉള്ള സ്ഥലമാണ്. സ്ഥലം മറക്കണ്ട, പാഞ്ചാലിമേട്. നമ്മൾ പാഞ്ചാലിമേട് എത്തുന്നതേ ഉള്ളൂ, പക്ഷെ അതിന് കുറച്ച് മുമ്പുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പാഞ്ചാലിമേട് ഹിൽ സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബൈ ദ വേ, ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട് ഹിൽ സ്റ്റേഷനാണ്. പാഞ്ചാലിമേട് കുരിശുപള്ളിയാണ് കറക്റ്റ് ലൊക്കേഷൻ. നിങ്ങൾക്കിവിടെ കാണാം, ഈ കുരിശൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. നല്ല കോടയുണ്ട്. പിന്നെ ഇവിടെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത് ഈ പാഞ്ചാലിമേടിൽ ഇവിടെയാണ്. നിറയെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വൃത്തി, ക്ലീൻലിനെസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ ഈ ഏരിയ നോക്കിയാൽ പച്ചപ്പല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു തരത്തിലും ആരും ലിറ്റർ ചെയ്യുന്നില്ല. അതൊരു വളരെ നല്ല കാര്യമാണ്. ഇവിടെ കുറേ കുരിശുകൾ മാത്രമല്ല, ഇവിടെ കുറേ കൽമണ്ഡപങ്ങളുണ്ട്. ഗൈസ്, ഇത് കണ്ടോ, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഇവിടെ ഈ കോട ഇറങ്ങുന്നതും പോകുന്നതും. കുറച്ച് മുമ്പ് ഒട്ടും ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും കോട പെയ്തു തുടങ്ങി. നമുക്ക് ആ കൽമണ്ഡപത്തിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരുപാട് കൽമണ്ഡപങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ അടുത്താണ് കയറി നിൽക്കുന്നത്. ഇവിടെ നോക്കിയാലും ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്നൊരു സ്ഥലം അതാണിത്. അപ്പോൾ നമസ്കാരം, ഞങ്ങൾ ഓൺലൈൻ ചാനലിൽ നിന്നാണ് കാര്യം ചോദിക്കാൻ. ഓക്കെ, പേര് അമൽ. ആൻഡ് യു? അനൂപ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ മുണ്ടക്കയ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഓഫൺ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഞങ്ങളിപ്പോൾ താഴെ പെരുവന്താനപുരമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എന്തോ തോന്നുന്നു ഈ സ്ഥലത്തെ പറ്റി? സ്ഥലം നൈസാണ്, അത്യാവശ്യം നല്ല വൈബാണ്. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വരാറുണ്ട്. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ മഞ്ഞ കയറി നൈസാണ്, ഒരു വൈബാണ്. ഓക്കെ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ റിലയൻസിലാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഈ സ്ഥലത്തെ പറ്റി വേറെ എന്തെങ്കിലും പ്രത്യേക കഥകളോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, സംതിങ് അബൌട്ട് ദാറ്റ്? കഥകൾ നമുക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ പാഞ്ചാലിയുടെ കുളമുണ്ട്, പാഞ്ചാലിമേട്, അങ്ങനെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഓക്കെ, ഗൈസ്, നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ ഹൈറ്റിൽ വന്നു. ഇതൊരു ക്ഷേത്രമാണ്, ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം, പാഞ്ചാലിമേട്. ഇവിടുത്തെ ഒരു ചെറിയൊരു ടെമ്പിളാണ്. ഈ മലയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ വരാറുണ്ട്, പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഈ മലമുകളിൽ ഇങ്ങനെ ഒരു അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ശ്രീ വള്ളിയങ്കാവ് ദേവി അങ്ങനെ ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നടയടച്ചിരിക്കുകയാണ്, കാരണം സമയം ഇത്ര ആയതുകൊണ്ട് നടയടച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഒരു ചെറിയ അമ്പലമാണ്, പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
നമസ്കാരം, പേരെന്താണ്? അമൽദേവ്. അമൽദേവ്. എവിടുന്ന് വരുന്നു? മുണ്ടക്കങ്ങാനാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് തോന്നുന്നു ഈ സ്ഥലത്തെ പറ്റി? നല്ലതാണ്. മഞ്ചനോട് ഭയങ്കര രസമുള്ള സ്ഥലമല്ലേ കാണാൻ. ഇവിടുത്തെ സിപ്പ് ലൈനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. ഇവർ പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്നാണ് പറയുന്നത്. അതെ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. മാം, എവിടുന്ന് വരുന്നത്? കാഞ്ഞിരപ്പള്ളി നിന്നാണ്. ഓക്കെ. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് വീണ്ടും വരാൻ നല്ല സ്ഥലമാണ്? ഓക്കെ. ഉണ്ട്. ഈ സ്ഥലത്തെ പറ്റി എന്താണ് അറിയാവുന്നത്? പാഞ്ചാലിമേട് എന്നുള്ള നമുക്കറിയാം, ഹിസ്റ്ററി അറിയാം. എന്താണ് മാഡത്തെ അറിയാമെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഐതിഹ്യം ഉണ്ടല്ലോ, പാഞ്ചാലി താമസിച്ച സ്ഥലം, കുളിച്ച കുളം, ഐതിഹ്യങ്ങൾ അറിയാം. ഓക്കെ. ഇവിടുത്തെ ടൂറിസം സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? സിപ്പ് ലൈൻ പോയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്നാണ് പറയുന്നത്. പോയിട്ടില്ല. ഓക്കെ. ഫാമിലിയായിട്ട് വന്നതാണല്ലേ? ഓക്കെ, താങ്ക് യു. ഗൈസ്, നമുക്കിപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള മൂടാണ്. ഇതിവിടുത്തെ ഒരു ലോക്കൽ ചായക്കടയാണ്. നമുക്ക് ഒരു ചായ കുടിച്ചോട്ടെ. ചേട്ടാ, ഈ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ? ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ഒട്ടുമുക്കാലും സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈവനിങ് സ്പെഷ്യലായിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും എന്തൊക്കെയാ? അത് ചപ്പാത്തി, അപ്പം, അല്ലെ കപ്പ ബിരിയാണി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈവനിങ് ഒക്കെ കച്ചവടമാണോ? ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. അതെ. ഞാൻ 2 വർഷമായതാണ്. ഞാൻ ഫോറസ്റ്റ് വാച്ചറായിരുന്നു. സ്ട്രോക്ക് വന്നതിനോടുകൂടി പിന്നെ നടക്കാറായി വരുന്നോളൂ. അന്നേരം ഇതുകൊണ്ടൊക്കെ ഇരിക്കുന്നു, ഇതുകൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്നു. വീട്ടിലെ 2 മക്കളാണ്. മോള് ഫാർമസി പഠിച്ച് മൂലമറ്റത്ത് ആശുപത്രിയിൽ ജോലി നോക്കുന്നു. മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വൈഫ് ഫോറസ്റ്റ് പിയൂണ്. ഫോറസ്റ്റിൽ വണ്ടമ്പതാല് എന്ന് പറഞ്ഞാൽ എരുമേലി റേഞ്ച് കോട്ടയം ഡിവിഷൻ. വ്യൂ പോയിന്റാണ്. 4 ജില്ലകളാണ് കാണാം. ഈ മലയുടെ മുകളിൽ കയറിയാൽ 4 ജില്ലകൾ കാണാം. ഇടുക്കി ജില്ല, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസ് ഒക്കെ ഈ വേനക്കൊക്കെ നല്ല കാണാം. ഗുഹയുണ്ട്, തൊട്ട് താഴെയായിട്ടുണ്ട്. അങ്ങനെ വേനലായി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാം. നമുക്ക് അത്യാവശ്യം പോവാം. ആൾക്കാർക്ക് തന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം. എന്താ പേര്? എൻ്റെ പേര് അൻവർ സാർ. ഈ പ്രോഡക്ട്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇത് എല്ലാം പുറത്തെ ഇമ്പോർട്ട് ഓയിലുകളാണ്. ഇത് ദുബൈയിൽ നിന്ന് വരുന്നുണ്ട് കുറേ ഐറ്റം. പിന്നെ ഇന്ത്യൻ്റെ ഉണ്ട്, പിന്നെ ഊതിൻ്റെ ഉണ്ട്, കംബോഡിയ ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഓയിൽസ് എന്ന് പറഞ്ഞാൽ എന്തിനാ? അത്ര ബോഡി തേക്കുന്നുണ്ട്. പിന്നെ കാറിലിടുന്നുണ്ട്. പിന്നെ ദേഹത്ത് തൂക്കുന്ന ഐറ്റം ഉണ്ട്. പിന്നെ സ്പ്രേ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്തെ ഗ്രേഡ് കൂടിയ ഓയിലുകളാണ്. ഇതെല്ലാം വണ്ടിയിലിടാനും യൂസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഓയിലുകളാണ്. ഓക്കെ. ചേട്ടൻ്റെ ഷോപ്പായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഷോപ്പായിട്ടില്ല, ഞാനിവിടെ സ്ഥിരമായിട്ട് കച്ചവടം 10-16 വർഷമായിട്ട് ബിസിനസ്സാണ്. ഓക്കെ. ഇവിടെ എപ്പോഴും ഇത്രയും തിരക്കുണ്ടാവാറുണ്ട്? ഇതിൽ കൂടുതൽ തിരക്കുണ്ട്. ഇതിന് കൂടുതൽ തിരക്കുണ്ട്. ഈ കുഴങ്ങന്മാരൊക്കെ എന്തെങ്കിലും ശല്യം അങ്ങനെ പ്രശ്നമൊന്നുമില്ല? ഓ, ഇല്ല. എല്ലാവരും നല്ലപോലെ. ഓക്കെ. ഇവിടുത്തെ ഈ ഹോസ്പിറ്റൽസ്, ബാക്കി സർവീസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ? കുഴപ്പമില്ല, നല്ല ഇതായിട്ടാണ്. ഞാൻ ഇവിടെ തന്നെയാണോ? അതെ, ഞാൻ കുറച്ച് താഴെ. നമ്മുടെ പിന്നിൽ കാണുന്നത് ഇവിടുത്തെ എസ്റ്റേറ്റ് ഓഫീസിൽ ആണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സൈഡിലല്ലേ ഒരു 2 സൈഡിൽ നിന്നും മരം വളർന്ന ഒരു കേവ് പോലെ ഫോം ചെയ്തിരിക്കുകയാണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈബ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ പിന്നിൽ കണ്ടില്ലേ, നല്ല ചൂട് പായസം വെക്കുന്ന ഒരു ചേച്ചിയും കുറച്ച് ആൾക്കാരും ഉണ്ട്. നമുക്കൊന്ന് അവിടെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞ് ആ ചൂട് പായസം ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. നോക്കാം. ഇത് നല്ല പാലട പായസമാണ്.
ആ ഒരു നെയ്യുടെ മണവും അരോമയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. മച്ചാനെ സൂപ്പർ. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സുബീന. സുബീന. ഇത് എത്ര നാളായി ഇങ്ങനെ ഈ പായസം? ഇപ്പോൾ 2 വർഷമാകുന്നു. 2 വർഷമായി. നല്ല കച്ചവടമൊക്കെ ഉണ്ട്. അത്യാവശ്യം. ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണോ? രാവിലെ എഴുതി നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ കൊണ്ടുവന്ന്, നമ്മൾ തന്നെ കച്ചവടം ചെയ്ത്, നമ്മൾ തന്നെ കാര്യങ്ങളെല്ലാം നോക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൈം എപ്പോഴാണ്? രാവിലെ ഒരു 11 തൊട്ട് ഒരു അരമണിക്കൂർ നേരം നല്ല തിരക്ക് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നല്ല തിരക്ക്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ട് വരുമ്പോൾ അവർ വന്ന് ഫുഡ് ഇത് പായസം മേടിച്ച് കുടിച്ചിട്ട് പോകും. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണാൻ, ചേച്ചിയുടെ സജഷനിൽ കാണാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണുള്ളത്? ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അഞ്ചുരുളി അയ്യപ്പൻ കോയിൽ. ഇവിടുന്ന് തിരിച്ച് കുട്ടിക്കാനം റൂട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പരുന്തുംപാറ, പിന്നെ ഇവിടെ അമ്മച്ചിക്കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാനത്ത്, അവിടെ, പിന്നെ പാഞ്ചാലിമേട്. ഞങ്ങൾ പാഞ്ചാലിമേട് പോയിട്ടാണ്. നല്ല സ്ഥലമായിരുന്നു. കുട്ടിക്കാനം ഉണ്ട്, ഇവിടെ ഉണ്ട്, പരുന്തുംപാറയുണ്ട്. നിങ്ങൾ ഈ വിഷ്വൽ കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് വേണം. നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒരു ബ്രേക്ക്. നമ്മുടെ ഇത്രയും നല്ലൊരു സ്ഥലങ്ങളും ഈ വ്യൂ ഒക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ നമ്മൾ ഈ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്താലും അത് നല്ലതാണ്, അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ റൂട്ട് പോകുന്ന ഒരു സ്ഥലത്താണ്. ഈ കാണുന്നത് മുഴുവൻ ടീ പ്ലാന്റേഷൻസ് ആണ്. ഇത്രയും വൈഡായിട്ട് ഇത്രയും പച്ചപ്പ് എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇന്നിവിടെ വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാവുമായിരുന്നു എൻ്റെ ലൈഫിൽ. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിയേ. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴാണ് എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് ലൈഫിലൊരു ബ്രേക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നത്.